അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. ആദരണീയനായ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് പി മുഹമ്മദ് മദനി, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള കേരള നദ്വത്തുൽ മുജാഹിദീൻ കോഴിക്കോട് സൗത്ത് നോർത്ത് ജില്ലാ ഭാരവാഹികൾ, KNM-ISM ജില്ലാ മണ്ഡലം നേതാക്കൾ, സഹോദരങ്ങൾ, സഹപ്രവർത്തകർ, സഹോദരിമാർ, ISM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാനത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ആത്മീയ ചൂഷണങ്ങൾക്കെതിരെയും വിശ്വാസ വൈകല്യങ്ങൾക്കെതിരെയും അതിശക്തമായ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആദർശ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് സൗത്ത് നോർത്ത് ജില്ലാ കമ്മിറ്റികളുടെ സഹകരണത്തോടുകൂടി കുന്നമംഗലത്ത് വെച്ച് നമ്മൾ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. മെയ് 10-ാം തീയതി മലപ്പുറം ഈസ്റ്റ് ജില്ലയിലെ പട്ടിക്കാടും, മെയ് 15-ാം തീയതി മമ്പുറത്തും വെച്ച് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതിൻ്റെ തുടർ സമ്മേളനങ്ങൾ വരുന്നുണ്ട്. മണ്ഡലം കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ISM-ൻ്റെ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രോഗ്രാമുകൾ നടന്നു വരുന്നത് ഏറെ സന്തോഷത്തോടു കൂടിയാണ് ISM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി നോക്കിക്കാണുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ യുവജന വിഭാഗം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം തുടങ്ങിവെച്ച പ്രവർത്തനങ്ങളുടെ പിന്തുടർച്ചയാണ് എക്കാലഘട്ടത്തിലും നിർവഹിച്ചു പോരുന്നത്. മുജാഹിദ് പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന ആശയം എന്താണ്? മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ സമൂഹത്തോട് അവതരിപ്പിക്കാനുള്ള സന്ദേശം വർഗീയതയെക്കുറിച്ചോ വിഭാഗീയതയെക്കുറിച്ചോ മനുഷ്യരെ തമ്മിലകറ്റുന്ന പ്രത്യയശാസ്ത്രങ്ങളെക്കുറിച്ചോ ഒന്നുമല്ല. മറിച്ച് അഖിലാണ്ട മണ്ഡലങ്ങളെ മുഴുവൻ അണിയിച്ചൊരുക്കുകയും സർവ്വലോക ചരാചരങ്ങളെ സംവിധാനിക്കുകയും ആകാശഭൂമികളെ സൃഷ്ടിക്കുകയും ചെയ്ത സർവേശ്വരനായ സർവശക്തനെ വിളിച്ചു പ്രാർത്ഥിക്കണം എന്ന് ഈ സമുദായത്തോട് ആവർത്തിച്ചു പറയുക എന്ന ഉത്തരവാദിത്തമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് എക്കാലഘട്ടത്തിൽ നിർവഹിക്കാനുള്ളത്. ആ ദൗത്യ നിർവഹണമാണ് ലോകത്ത് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ ഈ സമുദായത്തിൻ്റെ മുന്നിൽ, സമൂഹത്തിൻ്റെ മുന്നിൽ നിർവഹിച്ചിട്ടുള്ളത്. പ്രവാചകന്മാരുടെ പാരമ്പര്യത്തിലാണ്, പ്രവാചകന്മാർ ഉയർത്തിപ്പിടിച്ച മൗലികമായ ദർശനത്തിൻ്റെ കരുത്തിലും ഗരിമയിലുമാണ് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ ആശയങ്ങൾ രൂപീകരിക്കുകയും അതിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ അതിശക്തമായ രൂപത്തിൽ മുന്നോട്ട് പോകുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ മനുഷ്യരോടൊപ്പം മുജാഹിദ് പ്രസ്ഥാനം എക്കാലഘട്ടത്തിലും വളരെ ശക്തമായി നിലപാടുകൾ ഉറപ്പിച്ച് നിന്നിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ, യുവജന പ്രസ്ഥാനത്തിന് അഭിമാനത്തോടുകൂടിയും ആർജവത്തോടുകൂടിയും പറയാൻ കഴിയും, വർഗീയവാദത്തിൻ്റെ വിഷം ഈ സമുദായത്തിനിടയിലും സമൂഹത്തിനിടയിലും പ്രചരിപ്പിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സകല ശക്തികൾക്കെതിരെയും ഈ രാജ്യത്ത് നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് സംസാരിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ISM എന്ന് പറയുന്നത്. വർത്തമാനകാലത്ത് നമ്മളെ കമ്പാർട്ട്മെൻറ്റുകളാക്കി തിരിക്കാനും ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ വിഭാഗീയതകൾ സൃഷ്ടിക്കാനും ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മതമേലധ്യക്ഷന്മാരുടെയും രാഷ്ട്രീയ തമ്പുരാക്കന്മാരുടെയും മുന്നിൽ ഈ സമുദായം അതിനനുവദിക്കില്ല, ഈ രാജ്യവും ഈ നാടും ഈ മണ്ണും അതിനനുവദിക്കില്ല എന്ന് പറയാൻ മുന്നിൽ നിന്ന സംഘടനയുടെ പേരാണ് ISM എന്ന് പറയുന്നത്. കേരളത്തിലെ ചെറുപ്പക്കാർക്കിടയിൽ ജെൻഡർ ന്യൂട്രാലിറ്റിയും LGBTQ ആശയങ്ങളും
മതനിരാസ പ്രവർത്തനങ്ങളും അവരുടെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിപ്പിക്കാൻ ബോധപൂർവമായ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാം. കേരളത്തിൻ്റെ പാഠപുസ്തകങ്ങളിൽ ഇരുട്ടിൻ്റെ മറവിൽ ഈ ആശയങ്ങൾ കുത്തിക്കയറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂട തമ്പുരാക്കന്മാരുടെ മുന്നിലും മുജാഹിദ് പ്രസ്ഥാനം അതിശക്തമായി ബൗദ്ധികമായിട്ടാണ് അവരെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പാഠപുസ്തകങ്ങളുടെ അകത്തളങ്ങളിലൂടെ LGBTQ ആശയങ്ങളും ലിബറൽ ചിന്തകളും ഞങ്ങളുടെ കുട്ടികളുടെ നേരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരുടെ കൈപിടിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ യുവജന വിഭാഗം തെരുവുകളിൽ അവരെ നേരിട്ടു. ആ കൂട്ടായ്മയുടെ പേരാണ് ISM എന്ന് പറയുന്നത്. ഇവിടെ ഫലസ്തീനിലെ വേദനിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന നമ്മുടെ സഹോദരങ്ങൾ, അതൊരു മുസ്ലിം പ്രശ്നമല്ല എന്ന് ഈ രാജ്യത്തോടും ഈ സമൂഹത്തോടും മുജാഹിദ് യുവജന പ്രസ്ഥാനം വിളിച്ചു പറഞ്ഞു. അതൊരെങ്ങനെയാണ് ഒരു മുസ്ലിം പ്രശ്നമാകുക? ഇസ്രയേൽ എന്ന് പറയുന്ന അക്രമിയായ ഭരണകൂടത്തിൻ്റെ തോന്നിയവാസ പ്രവർത്തനങ്ങൾ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ പരിഗണിക്കാതെ നിരപരാധികളായ മക്കളുടെയും സഹോദരങ്ങളുടെയും നേരെ ആയുധങ്ങൾ ഉപയോഗിച്ചവരെ വേട്ടയാടുന്ന ഇസ്രയേലിൻ്റെ കിരാതമായ ആക്രമങ്ങൾക്കെതിരെ വിധവകളാക്കപ്പെട്ട ഫലസ്തീനിലെ സഹോദരിമാരോടൊപ്പം, അനാഥരാക്കപ്പെട്ട ഫലസ്തീനിലെ കുട്ടികളോടൊപ്പം, മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ഫലസ്തീനിലെ മക്കളോടൊപ്പം, മക്കളെ നഷ്ടപ്പെട്ട ഫലസ്തീനിലെ മുഴുവൻ മനുഷ്യരോടൊപ്പം ആകാശത്തുനിന്ന് ഉപരോധിക്കപ്പെടുകയും ഭൂമിയിൽ നിന്ന് ഉപരോധിക്കപ്പെടുകയും സമുദ്രാതിർത്തികളിൽ ഉപരോധിക്കപ്പെടുകയും ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ പട്ടിണി കിടന്ന് മരിച്ചു പോകുന്ന മനുഷ്യരോടൊപ്പം കേരളത്തിൻ്റെ തെരുവുകളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ യുവജന വിഭാഗം ശബ്ദമുയർത്തിയത് ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. പശ്ചിമേഷ്യൻ രാജ്യങ്ങളും കേരളവും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസ രാജ്യത്തെ മലയാളികളായ നമ്മുടെ സഹോദരങ്ങൾ, കോടിക്കണക്കിന് വരുന്ന അവരുടെ കുടുംബാംഗങ്ങൾ കഴിഞ്ഞ മാസങ്ങളായി അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകളുണ്ട്. ആകാശത്തുകൂടി ചിതറിത്തെറിക്കുന്ന ആയുധങ്ങൾക്ക് മുന്നിൽ നിസ്സഹാരായി പോകുന്ന ആ മനുഷ്യരോടൊപ്പം കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ യുവജന വിഭാഗം ആദ്യം സംഘടിപ്പിച്ച ഐക്യദാർഢ്യ സമ്മേളനം എന്ന് പറയുന്നത് മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ കുറ്റിപ്പുറത്ത് നടത്തിയ പരിശുദ്ധ റമദാൻ സംഗമത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ ഐക്യദാർഢ്യ സമ്മേളനം നടന്നത്. പശുമേശയിൽ വേദനിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, വേദനകളും സങ്കടങ്ങളും അനുഭവിക്കുന്ന കോടിക്കണക്കിന് വരുന്ന മനുഷ്യരോടൊപ്പം ഇസ്ലാഹി പ്രസ്ഥാനം തങ്ങളുടെ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് നിന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് വിഷയത്തിലും പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടന്നു വന്നു. റമദാൻ എന്ന് പറയുന്നത് ആത്മീയ ചൈതന്യത്തിൻ്റെ മാസമാണ്, ആത്മവിശുദ്ധിയുടെ മാസമാണ്. കേരളത്തിൻ്റെ തെരുവുകളിൽ ISM ഇഫ്താർ ടെന്റുകൾ, ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ, നോമ്പ് തുറക്കാൻ വഴിയാത്രക്കാരായി പ്രയാസപ്പെടുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വരുന്ന സഹോദരങ്ങൾക്ക് നോമ്പ് തുറക്കാനുള്ള ഇഫ്താർ ടെന്റുകളുമായി മുജാഹിദ് യുവജന പ്രസ്ഥാനം സകല മേഖലകളിലും അവരോടൊപ്പം നിന്നു. അശരണരായ, ആലംബം നഷ്ടപ്പെട്ട, അത്താണികളില്ലാത്ത മനുഷ്യർക്ക് സഹായത്തിൻ്റെ കരുത്തുമായി മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ കൂടെ, മാതൃസംഘടനയായ കേരളം ദുബത്തുൽ മുജാഹിദിൻ്റെ കൂടെ ISM തങ്ങളുടെ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് എക്കാലഘട്ടത്തിലും നിന്നത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വർഗീയതയുടെ വിഷം പറയാൻ ശ്രമിച്ച രാഷ്ട്രീയ തമ്പുരാക്കന്മാരോടും മതമേലധ്യക്ഷന്മാരോടും കൃത്യമായ നിലപാടുകൾ മുജാഹിദ് പ്രസ്ഥാനം ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നിലപാടുകൾ എപ്പോഴും നാം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പലരും ചോദിക്കുന്നു, എന്തിനാണ് ലോകത്ത് വലിയ അസമാധാനങ്ങൾ നിൽക്കുന്ന ഘട്ടത്തിൽ, ലോകാടിസ്ഥാനത്തിൽ വലിയ ഭീഷണികൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ, സിറിയയും ഇറാനും അഭയാർത്ഥികളായ ആയിരങ്ങൾ നാട് വിട്ടുപോകുന്ന ഘട്ടങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ, വർഗീയവാദത്തിൻ്റെയും ഫാസിസത്തിൻ്റെയും വിഷം ഈ രാജ്യത്തും നാട്ടിലും പടർത്താൻ ശ്രമിക്കുന്ന ഘട്ടങ്ങളിൽ എന്തിനാണ് മുജാഹിദ് യുവജന പ്രസ്ഥാനം ഇത്തരമൊരു പരിപാടിയുമായി രംഗത്ത് വന്നത് എന്ന് ഞങ്ങളോട് സംശയങ്ങൾ ഉന്നയിച്ചവരുണ്ട്. ഞാൻ ആമുഖമായി ഈ വിഷയങ്ങൾ നിങ്ങളുടെ മുന്നിൽ വിശദീകരിക്കാനുള്ള കാരണം, മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ ദൗത്യം എക്കാലഘട്ടത്തിലും നിർവഹിച്ചു പോന്നിട്ടുണ്ട്. വർഗീയതക്കെതിരെ, വിഭാഗീയ പ്രവർത്തനങ്ങൾക്കെതിരെ, അതേപോലെ തന്നെ സാമ്രാജ്യത്വത്തിൻ്റെ കടന്നുകയറ്റങ്ങൾക്കെതിരെ, യുദ്ധഭീകരതകൾക്കെതിരെ, സമാധാനം നഷ്ടപ്പെടുത്തുന്ന കെടുതികൾക്കെതിരെ എല്ലാ വിഷയത്തിലും മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രബോധന പ്രവർത്തനം എന്ന് പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പാണ്. മുജാഹിദ് പ്രസ്ഥാനം എന്തിന് നിലനിൽക്കുന്നുവെന്ന് ചോദിച്ചാൽ അതിൻ്റെ ശ്വാസവും അതിൻ്റെ ഹൃദയവും അതിൻ്റെ എല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയത്തിലും അടിത്തറയിലുമാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതും ഈ സമയത്ത് ഇത്തരം ഒരു പ്രബോധന വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ രംഗത്ത് വന്നതും. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കേരളത്തിൻ്റെ തെരുവുകളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുപ്രചരണങ്ങൾ നമുക്കറിയാം.
അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ സമസ്ത ഈ സമുദായത്തോട് ചെയ്ത അക്രമങ്ങൾ നമുക്ക് മറക്കാനാവുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അടിത്തറയിൽ സമസ്ത ഈ സമുദായത്തോട് ചെയ്ത അക്രമങ്ങൾ നമുക്ക് വിസ്മരിക്കാനാവുമോ? പ്രവാചകന്മാരോടുള്ള വിശ്വാസത്തിൽ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട ഗ്രന്ഥങ്ങളോടുള്ള നിലപാടുകളിൽ, പ്രവാചകന്റെ സ്വഹാബത്തിനോടുള്ള നിലപാടുകളിൽ, അള്ളാഹുവിനോടുള്ള വിശ്വാസത്തിൽ പോലും ജാറങ്ങളുടെയും ദർഗകളുടെയും മക്ബറകളുടെയും പുണ്യമരങ്ങളുടെയും പുണ്യപുഷ്പങ്ങളുടെയും ആൾത്താരകളുടെയും മണ്ഡപങ്ങളുടെയും അത്തരം സംവിധാനങ്ങളിലേക്ക് ആളുകളെയും സമുദായത്തെയും ക്ഷണിച്ചു കൊണ്ടുപോകാൻ സമസ്ത നടത്തിയ പ്രവർത്തനങ്ങൾക്കെതിരെ മുജാഹിദ് പ്രസ്ഥാനം നിർവഹിച്ച ദൗത്യത്തിന്റെയും പോരാട്ടത്തിന്റെയും ഫലമാണ് കേരളത്തിൽ തലയുയർത്തി നിൽക്കുന്ന ആയിരക്കണക്കിന് മുജാഹിദ് പള്ളികളും 10,000-കണക്കിന് വരുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപനങ്ങളും സംവിധാനങ്ങളും ആശയങ്ങളും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആർക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത ഇരുട്ടറകളിൽ തൗഹീദിന്റെ വെളിച്ചവുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും നിർവഹിച്ച പാരമ്പര്യവും ദൗത്യവുമുണ്ട്. ഒരാൾക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത പ്രദേശങ്ങളിൽ സമുദ്രങ്ങളെയും കാട്ടാറുകളെയും മലമ്പാതകളെയും താഴ്വാരങ്ങളെയും മലപ്രദേശങ്ങളെയും മാറ്റിമറിച്ചതിനപ്പുറത്തേക്ക് സ്വഹാബത്തും പ്രവാചകന്മാരും യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. അച്ചടിയന്ത്രവും ആവിക്കപ്പലും കണ്ടെത്തുന്നതിന് മുമ്പ് സമുദ്രങ്ങളിലൂടെ മരക്കഷ്ണങ്ങളിൽ പായ്ക്കപ്പലുകളിൽ സമുദ്രങ്ങളും താഴ്വാരങ്ങളും മുറിച്ചു കടന്ന് സ്വഹാബത്ത് നടത്തിയ ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമാണ് ഇന്ത്യയിലും കേരളത്തിലും മുസ്ലിം സമൂഹത്തിന് അതിശക്തമായ നിലപാടുകൾ ഉണ്ടായത്. ഞാൻ എൻ്റെ വാക്കുകൾ സുദീർഘമായി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. സഹോദരങ്ങളെ, നമുക്ക് തിരിച്ചറിവുകൾ ഉണ്ടാകണം. എന്താണ് നമ്മുടെ നിലപാടുകൾ? എന്തിനാണ് നമ്മൾ നിലകൊള്ളുന്നത്? ഈ സമൂഹത്തോട് നമുക്ക് സംസാരിക്കാനുള്ള വിഷയങ്ങൾ എന്താണ്? ഇന്ന് ഈ പ്രോഗ്രാം അവസാനിക്കുമ്പോഴേക്കും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവജന പ്രസ്ഥാനം എന്തിന് ഇത്തരമൊരു ആശയ പ്രചരണവുമായി രംഗത്ത് വന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് തന്നെ മുഴുവൻ ശ്രദ്ധയും ഈ പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാകണമെന്നാണ് എനിക്കെൻ്റെ സ്നേഹിതന്മാരോട് സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദരണീയനായ പ്രസിഡന്റ് പി മുഹമ്മദ് മദനി അവർകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.